ഒന്നാമത്തെ ചോദ്യം, എബ്രഹാം മാസ്ലോ ആൻഡ് കാൾ റോജേഴ്സ് ആർ മോസ്റ്റ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് വിച്ച് സ്കൂൾ ഓഫ് സൈക്കോളജി? ആൻസർ, എബ്രഹാം മാസ്ലോയും കാൾ റോജേഴ്സും ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിയിൽ വരുന്നതാണ്. ഓപ്ഷൻ 4. ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ടാസ്ക് ഇൻ ടീച്ചിങ് ഈസ്? എന്താണ് ടീച്ചിങ്ങിൻ്റെ ഇമ്പോർട്ടൻ്റ് ടാസ്ക്? ആൻസർ ഓപ്ഷൻ 3 ആണ്. ഡിറക്റ്റിംഗ് സ്റ്റുഡൻസ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് എക്സ്പീരിയൻസ്. ദി മോസ്റ്റ് അക്യുറേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ടീച്ചിങ് മെഷീൻസ് ഈസ് ദാറ്റ്? ടീച്ചിങ് മെഷീൻ, പ്രോഗ്രാംഡ് ലേണിംഗ്, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട ആരാണ്? സ്കിന്നർ ആണ് അല്ലേ? അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. B.S. Skinner began the movement for their use. അടുത്ത ചോദ്യം, എന്താണ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്? സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, വായിച്ചിട്ട് ആൻസറിലേക്ക് എത്തുക കേട്ടോ. ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് CC വന്നതോടുകൂടി എന്താണ്, കുട്ടികൾക്ക് വർക്ക് ലോഡ് ഇൻക്രീസ് ആയെന്ന്. അത് തെറ്റാണ്. മാർക്കിന് പകരം ഗ്രേഡ് ആയെന്ന് പറഞ്ഞാൽ അത് ശരിയാണ് അല്ലേ? അതുപോലെ തന്നെ കുട്ടികളുടെ എല്ലാ ആസ്പെക്റ്റും ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാലും ശരിയാണ്. അതുപോലെ തന്നെ എക്സാമിനേഷൻ ഒരു ഭയം ഉണ്ടല്ലോ, ഒരു ഫോബിയ നമുക്ക് പരീക്ഷയോടുള്ള, അതങ്ങ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതും ശരിയാണ്. അപ്പോൾ ബിയും സിയും ഡിയും ശരിയാണ്. നമുക്ക് ഓപ്ഷൻ 4 ഇവിടെ കൊടുക്കാം. RB Cattell made a personality test which is known as? ഏതാണ് ആൻസർ? ആൻസർ ഓപ്ഷൻ സി ആണ്, 16 PF. A student scolded by the headmaster may hit his peers in the school. This is the example of? Answer option A, displacement. Group members who share beliefs, attitudes, traditions and expectations are named as? Answer option A ആണ്, group norms. Nervousness, fear and inferiority are linked to? Answer option D, guilt in childhood. Approach which is not suitable for classroom management and academic engagement? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഗീവ് കോർപ്പറൽ പണിഷ്മെൻറ്റ്സ്. എന്ന് വെച്ചാൽ നമ്മുടെ ശാരീരികമായിട്ടുള്ള പണിഷ്മെൻറ്റ്സ് കുട്ടികൾക്ക് കൊടുക്കുന്നത് ക്ലാസ് റൂം മാനേജ്മെൻറ്റും അക്കാദമിക് എൻഗേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് സ്യൂട്ടബിൾ അല്ലാത്ത അപ്രോച്ചാണ്. അടുത്ത ചോദ്യം, ലെവിങ്സ് ഫീൽഡ് തിയറി ക്യാൻ ബി എക്സ്പ്രസ്ഡ് ബൈ ദ ഫോർമുല? ആൻസർ ഓപ്ഷൻ ബി ആണ്, ബി ഇസിക്കൽ ടു, ആ ബി എന്ന് പറയുന്നത് ബിഹേവിയർ ആണ് കേട്ടോ. പിന്നെ എഫ് എന്ന് പറയുന്നത് ഫങ്ഷൻ ഓഫ് ദ, പി എന്ന് പറയുന്നത് പേഴ്സൺ, ഇ എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റ്. ചിലപ്പോൾ അതിൻ്റെ ഓരോ ലെറ്ററും എന്താണെന്ന് ചിലപ്പോൾ ചോദിച്ചാൽ നമുക്ക് പറയണ്ടേ, അപ്പോൾ അതുകൂടെ നോക്കി വെച്ചേക്കാം. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്ട്രാറ്റജി ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ? ആൻസർ ഏതാണ്? മൾട്ടി സെൻസറി ടീച്ചിങ്ങും പിയർ ട്യൂട്ടോറിങ്ങും കോപ്പറേറ്റീവ് ലേണിങ്ങും എല്ലാം കറക്റ്റാണ്, ഓൾ ദ എബോവ്. അടുത്ത ചോദ്യം, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് വാസ് ഫ്രെയിംഡ് ഇൻ? ആൻസർ ഓപ്ഷൻ ബി ആണ്, 2005. അടുത്ത ചോദ്യം, എ ഹൈ പോസിറ്റീവ് ട്രാൻസ്ഫർ റിസൾട്ട് വെൻ? ഹൈ പോസിറ്റീവ് ട്രാൻസ്ഫർ നടക്കുന്നത് നമ്മൾ കൊടുക്കുന്ന സ്റ്റിമുലൈ സിമിലറും റെസ്പോൺസ് ഐഡൻറ്റിക്കലും ആവുമ്പോഴാണ്. ആൻസർ ഓപ്ഷൻ സി, സ്റ്റിമുലൈ ആർ സിമിലർ ആൻഡ് റെസ്പോൺസസ് ആർ ഐഡൻറ്റിക്കൽ.
Imagine you are bicycling in a race. Which of the following is the best example of an extrinsic motivation for this activity? ഏതാണ് ആൻസർ? എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ അല്ലെങ്കിൽ പുറമേ നിന്നുള്ള അല്ലെങ്കിൽ ബാഹ്യമായിട്ടുള്ള മോട്ടിവേഷനാണ് അല്ലേ. ക്രൗഡ് ചിയറിങ് വെൻ യു ഗെറ്റ് എ ട്രോഫി. നമുക്ക് ട്രോഫി കിട്ടുന്ന സമയത്ത് ജനങ്ങൾ സന്തോഷിക്കുന്നു, ആഹ്ലാദിക്കുന്നു, ആർപ്പ് വിളിക്കുന്നു. ഇതൊക്കെ എന്താണ്? എക്സ്റ്റേണൽ ആയിട്ടുള്ള മോട്ടിവേഷനാണ്. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, ടീച്ചർ യൂസസ് പ്രൊജക്റ്റീവ് ടെസ്റ്റ് ഫോർ റിവീലിംഗ് ദ. ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന സ്വഭാവ സവിശേഷതകൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊജക്റ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പം ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം അൺകോൺഷ്യസ് ആയിട്ടുള്ള അല്ലേ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ.